ലോട്ടറി ചലഞ്ചിൻ്റെ 11ാമത്തെ ദിവസമായി ഇന്ന് ഞാൻ ലോട്ടറി എടുക്കാൻ ഞാൻ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ഇന്നിവിടെ കുറച്ച് പരിപാടിയൊക്കെ ട്രിവാൻഡ്രം വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നിതിനും ജോയിൻ ചെയ്യുന്നത്. നിതിനാണ് ഈ കണ്ടൻറ്റിൻ്റെ ഉപജ്ഞാതാവ്. അവനാണ് ഈ സംഭവം പറഞ്ഞത് ചെയ്യണമെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ലോട്ടറി റിസൾട്ട് നോക്കിയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നോക്കി ലാസ്റ്റ് പ്രൈസ് നോക്കി, 7ാമത്തെ പ്രൈസ് നോക്കി, 6ാമത്തെ പ്രൈസ് നോക്കി, മൊത്തത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നൊക്കെ നോക്കി. പക്ഷേ നമുക്കെല്ലാം വന്നിരിക്കുന്ന അറ്റാപ്പറ്റിയ നമ്പറുകളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. എൻ്റെ ലോട്ടറിയുടെ ഇന്നലത്തെ നമ്പർ കണ്ടവർക്ക് മനസ്സിലാകും ഏതാ നമ്പർ എന്നുള്ളത്. ഏകദേശം എല്ലാം നമുക്ക് ഈ അടുത്തതൊക്കെ അറ്റപ്പറ്റ പോയിരിക്കുകയാണ്. ഇത് നമ്പർ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ നോക്കിയോ. നമ്മുടെ നമ്പർ ഇതാണ്. അപ്പം എല്ലാം നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം അറ്റപ്പറ്റയൊക്കെ വന്ന് പോയിരിക്കണം. അതിൻ്റെ അടുത്തും ഏകദേശം തൊട്ടില്ല എന്നുള്ള മട്ടിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഭാഗ്യം നമുക്ക് ഇപ്രാവശ്യം തുണച്ചില്ല എന്ന് വേണമെങ്കിൽ കരുതാം. നമുക്കൊരു പ്രൈസും കിട്ടിയില്ല, പോട്ടെ സാരമില്ല, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നാണല്ലോ. എന്നാലും സങ്കടമൊന്നുമില്ല, നമുക്ക് ഇനിയൊരു ദിവസം അടിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോട് ഞാൻ അവിടെ നിന്ന് ചേച്ചിയൊക്കെ പറഞ്ഞു, ചേച്ചി ഒരു ലോട്ടറി എടുത്തതാ ചേച്ചി, എനിക്ക് ലക്ഷപ്രൂഫ് ആവണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞ് അതിനെന്താ മോനെ ഞാൻ എടുത്തുതരാം, നീ സെറ്റാക്കെന്ന് പറഞ്ഞ് ചേച്ചി ചിരിച്ച് കൊണ്ട് സുവർണ്ണ മനസ്സോടെ ഐശ്വര്യ മുഖത്തോടുകൂടി ചേച്ചി ഒരു ലോട്ടറി എടുത്ത് ബീച്ച് എടുത്ത് തന്നിരിക്കുക. മോനെ നിന്നെ കടിക്കോളാം, നീ ലക്ഷപ്രൂഫ് ആകുമെന്ന് പറഞ്ഞ് ഞാൻ നോക്കി. ഇതാണ് അപ്പം നമ്മുടെ നമ്പർ. നിങ്ങൾ നോക്കി വെച്ചോ, നിങ്ങൾ നോക്കിയിട്ട് റിസൾട്ട് പറയണം. അപ്പം ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പം നമുക്ക് നാളെ കാണാം.